അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചതോർത്ത പത്രോസ് ആ തിരിഞ്ഞു നോട്ടത്തിൽ പൊട്ടിക്കരഞ്ഞത്. അറിഞ്ഞിട്ടും അറിയാത്ത മനോഭാവം. പത്രോസിനെ പോലെ യേശുദമ്പുരാനെ ഇത്രയും അറിഞ്ഞ മനുഷ്യൻ വേറെ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചിലപ്പോൾ മാതാവ് കാണും. പരിശുദ്ധ മാതാവ് കഴിഞ്ഞതിന് ശേഷം യേശുദമ്പുരാനെ ഇത്രയും അറിഞ്ഞ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതാരാ? അത് പത്രോസാണ്. പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാവുന്നു. യേശുദമ്പുരാൻ സ്ലീഹന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആര് എന്നാണ് വിശേഷിപ്പിക്കുക? അപ്പോൾ സ്ലീഹന്മാർ പറയുന്നുണ്ട്, ചിലര് പ്രവാചകന്മാരെന്ന് പറയുന്നുണ്ട്, ചിലര് പഴയ നിയമത്തിലെ ഏലിയാവ് എന്ന് പറയുന്നുണ്ട്, ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്നവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? മറുപടി കൊടുക്കുന്ന ആരാ? പത്രോസ. പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ എന്ന് കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത പത്രോസിനാണ് കാൽവറിയിലേക്കുള്ള ക്രിസ്തുവിന്റെ യാത്രയിൽ ഈ പാളിച്ച പറ്റിപ്പോകുന്നത്. അവന്റെ കരച്ചിലിന്റെ ഒന്നാമത്തെ കാരണം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നിന്നിട്ടുണ്ട് എന്നതോർത്ത. 3.5 വർഷക്കാലമായി ഈ ബന്ധം തുടങ്ങിയിട്ട്, ഈ ആത്മബന്ധം തുടങ്ങിയിട്ട്. ഗലീല കടൽ തീരത്ത് വെച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുദമ്പുരാൻ വിളിക്കുകയും യാതൊന്നും തിരിഞ്ഞു നോക്കാതെ അപ്പനെയും പടകിനെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവനാണ് ആര്? ഈ പത്രോസ്.